ഇപ്പോൾ കവിതയിൽ ശാസ്ത്രം പറഞ്ഞതുപോലെ പാട്ടിൽ മനോഹരമായ ശാസ്ത്രബോധം പുലർത്തിയ ആളാണ് വയലാർ. ഉദാഹരണം പേൾവ്യൂവിലെ പാട്ട് തന്നെ. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ പോകുന്നത്. 1970 ജനുവരി 30 പേൾവ്യൂ ഇറങ്ങുന്നത്. കൃത്യം 6 മാസം 10 ദിവസം, ആ വ്യത്യാസമേ ഉള്ളൂ. അന്നൊക്കെ സിനിമ എടുക്കാൻ 1 വർഷം എങ്കിലും കുറഞ്ഞത് സമയമെടുക്കും. അപ്പോൾ സ്വാഭാവികമായും പാട്ടായിരിക്കുമല്ലോ സിനിമയ്ക്ക് ആദ്യം എഴുതുന്നത് എന്ന് കരുതി ഞാൻ നീൽ ആംസ്ട്രോങ് പോയി കണ്ടതിനെ കുറച്ച് കാണുകയല്ല. പക്ഷേ ശാസ്ത്രത്തെ ഉൾക്കൊള്ളാൻ ഒരു കവിക്കുണ്ടാകേണ്ട മനസ്സാണ് വയലാറിൻ്റേത്. വയലാർ ഒരുപക്ഷെ ചന്ദ്രനിൽ അദ്ദേഹം ചെല്ലുന്നതിന് മുമ്പ് തന്നെ വയലാർ എഴുതി, തങ്കത്താഴിക കുടമല്ല, താരാപഥത്തിലെ രഥമല്ല, ചന്ദ്രബിംബം കവികൾ പുകഴ്ത്തിയ സ്വർണമയൂരമല്ല, തങ്കത്താഴിക കുടമല്ല. അതിനോട് കൂടി ഒരു കാര്യം വീണ്ടും അല്ല, ഏറ്റവും പുതിയ കാലത്തെ കവികളും ചന്ദ്രനെ വളരെ കാൽപ്പനികമായി കാണുമ്പോഴാണ് 69-ലോ 70-ലോ ഈ കവിത എഴുതിയത്, പാട്ട് എഴുതിയത് എന്ന്. ഇത്രയും അതാണ് കാലത്തിന് മുമ്പേ സഞ്ചരിക്കുക എന്ന് പറയുന്നത്. കാലത്തിന് മുമ്പേ എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ കൊണ്ട് നിർത്തിയില്ല. കസ്തൂരിമാനില്ല, കല്ലോലിനിയില്ല, കൽപക പൂമര തളിരില്ല. ഏതോ മൂകത തളം കെട്ടി നിൽക്കുന്ന അവിടെ ഒരു ഏകാന്ത ശൂന്യത മാത്രം. ഏതോ വിരഹത്തിൻ കഥയോർത്ത് നിൽക്കുന്ന ഒരു ഏകാന്ത ശൂന്യത മാത്രം എന്നാണ്. നീൽ ആംസ്ട്രോങ് എന്നപ്പോഴും അതൊക്കെ കണ്ടത്. അവിടെ ഇതൊന്നുമില്ല, അവിടെ ഇരുട്ടാണ്, അവിടെ വിമൂകമാണ്. അവിടെ വിരഹം കൊണ്ടുള്ള വിമൂകമാണോ എന്നുള്ളത് വേറൊരു കഥ. പക്ഷേ വിമൂകമാണ്, അവിടെ എല്ലാം ഒരു ഏകാന്ത ശൂന്യത മാത്രം. എന്തൊരു ഗംഭീരമായിട്ടാണ് ചന്ദ്രനെ താഴെ നിന്നുകൊണ്ട്. അതാണ് കവി ഋഷിയാണ് എന്ന് പറയുന്നത്. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നാണല്ലോ. ഋഷിയാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം അതിനെ സ്വീകരിച്ചിരിക്കുന്ന കൺസെപ്റ്റ്. ചന്ദ്രൻ എന്നുള്ളത് എത്ര ശാസ്ത്രബോധത്തോടു കൂടിയാണ് സ്വീകരിച്ചത്.